സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ അഭിഭാഷക സംഗമം ആവശ്യപ്പെട്ടു. ചലച്ചിത്ര വ്യവസായത്തിൽ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധ നിലപാടുകൾ ആശങ്കാജനകമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് അഭിഭാഷക സമ്മേളനം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. KRLCC അൽമായ കമ്മീഷന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് ആശീർ ഭവനിൽ സംഘടിപ്പിച്ച അഭിഭാഷക സംഗമം KRLCC ജനറൽ സെക്രട്ടറി ഫാദർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് അധ്യക്ഷത വഹിച്ചു. മോൺസിഞ്ഞോർ യൂജൻ പെരേര, അൽമായ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ബെന്നി പൂത്തറയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കാർഷിക മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സർക്കാർ മറ്റ് ഇതര മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതയുണ്ടെന്നും സംരംഭങ്ങളും സംരംഭകരും ഉയർന്നു വരണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും ഫാദർ മാത്യു വടക്കേമുറിയിൽ മെമ്മോറിയൽ അവാർഡുകളുടെ വിതരണവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കന്നുകാലി വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർക്ക് ശാസ്ത്രീയമായ അറിവും സാങ്കേതികമായ ജ്ഞാനവും നൽകി മൃഗസമ്പത്ത് സംരക്ഷിക്കുന്നതിനും ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവ ശുദ്ധിയോടെ കൈകാര്യം ചെയ്ത് ഉപഭോക്താക്കളിൽ എത്തിച്ചുകൊണ്ട് ക്ഷീര കർഷകർക്ക് ജീവിത വിജയം നേടിക്കൊടുക്കുകയും ചെയ്യുകയാണ് മലനാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഡയറക്ടർ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിലില്ലാത്തവർക്ക് കൈത്താങ്ങായി കോട്ടപ്പുറം രൂപതയുടെ സോഷ്യൽ സർവീസ് വിഭാഗമായ കിഡ്സ് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമോദ്യോഗ് വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായുള്ള ബോധവൽക്കരണ ക്ലാസ് കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്സ് ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെട്ടു. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് അവരുടെ വൈദഗ്ധ്യവും പരമ്പരാഗത സംരംഭത്വവും മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ MSMA മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന പദ്ധതിയാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. കിഡ്സ് കോട്ടപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ശ്രീ CG ആണ്ടവർ ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ശ്രീ RT ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപതയിലെ ഫാദർ സ്കറിയ കൊച്ചുമുരുപ്പേലിന് കണ്ണീരോടെ വിടചൊല്ലി രൂപതാ സമൂഹം. സഹനത്തിന്റെ നെരിപ്പോടിയിൽ സ്ഫുടം ചെയ്ത സ്കറിയ കൊച്ചുമുരുപ്പേൽ അച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ മോറോൻ മോർ ബസീലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുത്തൻപീടിക സെന്റ് തോമസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകളിൽ കൊച്ചുമുരുപ്പേലച്ഛന് അന്ത്യയാത്ര ചൊല്ലാൻ നിരവധി പേരാണ് സമ്മേളിച്ചത്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിൽ വെച്ച് നടന്ന ജനറൽ ചാപ്റ്ററിൽ ആഗോള നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ 4-അംഗ ഭരണ നിർവഹണ സമിതിയായ ഡെഫ്റ്റിനിറ്റോറിയത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം അറിയിച്ച് മാനന്തവാടി നോർബർട്ടൈൻ സന്യാസ സമൂഹത്തിന്റെ പ്രിലേറ്റ് ഫാദർ ഡോക്ടർ ജോസ് മുരിക്കൻ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഷെക്കന ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരാപ്പുഴ അതിരൂപത BCCയുടെ ഏറ്റവും പുതിയ നന്മ പ്രവർത്തനമായ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ്ങിന്റെ അതിരൂപതാതല ഉദ്ഘാടന കർമ്മം വരാപ്പുഴ അതിരൂപത മെത്രാസന മന്ദിരത്തിൽ വെച്ച് അഭിവന്യ മെത്രാപോലിത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, കൂനമാവ് ഫൊറോന പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ ശ്രീമതി ആഗ്നസിന് മെഡിക്കൽ കിറ്റ് നൽകി നിർവഹിച്ചു. BCC ഡയറക്ടർ റവറൻഡ് ഫാദർ യേശുദാസ് പഴമ്പിള്ളി സ്വാഗതവും AMPC പാലിയേറ്റീവ് കെയർ വൈസ് പ്രസിഡന്റും BCC കോർഡിനേറ്ററുമായ ജോബി തോമസ് നന്ദിയും പറഞ്ഞു. BCC കോർഡിനേറ്റർമാരായ റോയി പാളയത്തിൽ, ബാസ്കിൽ തോമസ്, ബൈജു ആന്റണി, നവീൻ, ബിജു മാതിരപ്പള്ളി, ജെയിംസ് ജോൺ, ജോൺസൺ, നിക്സൺ വേണാട്ട്, റോബിൻ, ഹെൻറി ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും മൂല്യവും പുതുതലമുറ തിരിച്ചറിയുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ
കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം നിർമ്മല റിന്യൂവൽ സെന്ററിൽ കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗ് സംസ്ഥാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാതാപിതാക്കളാണ് കാണപ്പെട്ട ദൈവം. KCSL സംസ്ഥാന ചെയർമാൻ ജെഫിൻ ജോജോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ കുര്യൻ തടത്തിൽ ആമുഖ പ്രഭാഷണവും സംസ്ഥാന പ്രസിഡന്റ് ബേബി തദേവൂസ് മുഖ്യപ്രഭാഷണവും നടത്തി. KCSL കാഞ്ഞിരപ്പള്ളി രൂപത വൈസ് പ്രസിഡന്റ് റോണി സെബാസ്റ്റ്യൻ, സംസ്ഥാന ജനറൽ ഓർഗനൈസർ മാനേജ് ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. ഉദയംപേരൂർ സൂനഹാദോസിന്റെ 425-ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച എറണാകുളത്ത് POCL സംഘടിപ്പിക്കും. 1599 നടന്ന ഉദയംപേരൂർ സൂനഹാദോസ് കേരളത്തിന്റെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ചരിത്ര സംഭവമാണ്. സാമൂഹിക മതാത്മക മേഖലകളിലെ അനാചാരങ്ങൾക്കും നീതികേടുകൾക്കുമെതിരെ ഉയർന്ന ആദ്യത്തെ ശബ്ദ വിപ്ലവമായിരുന്നു ഉദയംപേരൂർ സൂനഹാദോസ്. KRLCC ഹെറിറ്റേജ് കമ്മീഷൻ വരാപ്പുഴ അതിരൂപതയുടെ സഹകരണത്തോടെയാണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ശില്പശാലയും പൊതുസമ്മേളനവും നടത്തപ്പെടും. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിക്കും. കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ മോഡറേറ്റർ ആയിരിക്കും. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലിയറി പ്രസിഡന്റായി മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് CSI കത്തീഡ്രലിൽ വെച്ച് ആഗസ്റ്റ് 20 നടന്ന കേരള ഓക്സിലിയറിയുടെ 68ാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. മലങ്കര കത്തോലിക്ക സഭ തിരുവല്ല അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ബോധനയുടെയും വെണ്ണിക്കുളം മേഖല MCYM-ന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സജീവം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി യുവജനങ്ങൾക്കായി ആന്റി ഡ്രഗ് വോളണ്ടിയർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പുറമറ്റം സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നടന്ന പരിപാടി MCYM വെണ്ണിക്കുളം മേഖലാ ഡയറക്ടർ ഫാദർ മാത്യു പൊട്ടുകുളം ഉദ്ഘാടനം ചെയ്തു. ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീത് സോയ്മാൻ അധ്യക്ഷത വഹിച്ചു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഓക്സിലിയറിയുടെ 68ാമത് വാർഷിക സമ്മേളനവും സ്തോത്ര ശുശ്രൂഷയും കോഴിക്കോട് CSI കത്തീഡ്രൽ ഓക്സിലിയറി പ്രസിഡന്റ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. മാർത്തോമ സഭ പരമാധ്യക്ഷൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു. ദൈവവചനം എന്ന ഏറ്റവും മഹത്തായ നിധി ലോകത്തിന് കൊടുക്കുവാൻ വേണ്ടി ബൈബിൾ സൊസൈറ്റി ചുമതലപ്പെട്ടിരിക്കുന്നുവെന്നും നാം ഓരോരുത്തരും തിരുവചനം ഏറ്റവും ബഹുമാനത്തോടെ പ്രാധാന്യത്തോടെ വായിക്കുന്നതിനും ഹൃദയസ്ഥമാക്കുന്നതിനും മറ്റുള്ളവർക്ക് നാം അത് താല്പര്യത്തോടെ വിതരണം ചെയ്യുന്നതിനും പ്രാദേശിക തലത്തിൽ തന്നെ ഉത്സാഹിക്കണമെന്നും തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടന സന്ദേശത്തിലൂടെ ഉദ്ബോധിപ്പിച്ചു. ഇടക്കാട്ട് ഫൊറോന പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. BCM കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ചാൻസലർ ഫാദർ തോമസ് ആദോപ്പള്ളിൽ, അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, ഇടക്കാട്ട് ഫൊറോന വികാരി ഫാദർ സജി മലയൻ പുത്തൻപുരയിൽ, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങളായ ആൽബർട്ട് ഓണശ്ശേരിയിൽ, പാക്കോ പനങ്ങാട്ട്, ആലിസ് പീടികയിൽ, സുജാ കൊച്ചു പാലത്താനത്ത് എന്നിവർ പ്രസംഗിച്ചു. അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സയൻസ് എക്സ്കർഷൻ പരിപാടിയിലൂടെ 6241 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തിനുള്ളിൽ പരിശീലനം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് നടന്ന വിജയാഘോഷ ചടങ്ങ് സഹകരണ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ അന്വേഷിച്ചിട്ടുള്ള കേരളത്തിലെ യുവാക്കളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികളുടെ ക്രിയാത്മക ചിന്താഗതിയും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സയൻസ് എക്സ്കർഷൻ പോലെയുള്ള പ്രോഗ്രാമുകൾ മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഗവേണിംഗ് ബോഡി ചെയർമാൻ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ റോയ് എബ്രാഹാം പഴയപറമ്പിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ്, IPR സെൽ തലവൻ ഡോക്ടർ ജിഷു ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. അമലയിൽ പ്രവർത്തിക്കുന്ന ആബ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അഡീഷണൽ ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ IRS നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് ഇസാഫ് മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസിന് ആബ ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് നൽകി ആദരിച്ചു. കല്യാൺ സെൽസ് ചെയർമാൻ പട്ടാഭിരാമൻ ആബ സൊസൈറ്റിക്ക് നൽകുന്ന ആംബുലൻസ് ലാബിന്റെ താക്കോൽ ദാന കർമ്മം നടത്തി. ആബ സിൽവർ ജൂബിലി സോവിനീറിന്റെ പ്രകാശന കർമ്മം MLA സേവ്യർ ചിറ്റിലപ്പള്ളി നിർവഹിച്ചു.
പഠനത്തിൽ മികവ് പുലർത്തിയ പ്രദേശത്തെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളും വിതരണം ചെയ്തു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷത വഹിച്ചു. നെല്ലിയോട് ഇടവകയിൽ സാമൂഹ്യ ശുശ്രൂഷ സമിതിയും യുവജന ശുശ്രൂഷയും KLM ഇടവക BCC അംഗങ്ങൾ എന്നിവർ ചേർന്ന് സംയുക്തമായി ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 18 ഞായറാഴ്ച നടന്ന പരിപാടി ഇടവക വികാരി ഫാദർ വിജിൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ സ്വപ്ന ആശംസകൾ അർപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഡോക്ടർ ശ്രീജിത്തും ടീം അംഗങ്ങളും രോഗാവസ്ഥകളിലും അപകട സമയങ്ങളിലും നാം എടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചുള്ള ക്ലാസ്സിന് നേതൃത്വം നൽകി. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരും അതിനോടനുബന്ധിച്ച് നടന്ന പരിശീലനത്തിലും പങ്കാളികളായി. വെള്ളരിക്കുണ്ട് മാലോം വെള്ളരിക്കുണ്ട് ഫൊറോനകളുടെ സംയുക്ത പ്രസ്ഥാനമായ എറൈസ് ഉന്നത പഠന പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളരിക്കുണ്ടിൽ നടത്തിയ ഏകദിന സെമിനാർ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി റവറന്റ് ഡോക്ടർ ജോൺസൺ അന്ത്യാംകുളം അധ്യക്ഷത വഹിച്ചു. ഷൈജിത്ത് കരുവാംകോട് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജോൺസൺ ചെത്തിപ്പുഴ, ആന്റണി തുരുത്തിപ്പള്ളി, ജിൻസി പോളച്ചിറയിൽ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. 20 ഇടവകകളിൽ നിന്നുള്ള മികച്ച വിദ്യാർത്ഥികളാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളായുള്ളത്. കൈറോസ് കാഞ്ഞങ്ങാട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോൾപിംഗ് സ്വാശ്രയ സംഘങ്ങൾക്ക് EDP ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഡിറ്റർജന്റ് നിർമ്മാണ പരിശീലനം നടത്തി. അപ്പസ്തോല റാണി പള്ളി ഹാളിൽ നടന്ന പരിപാടി കോൾപിംഗ് കണ്ണൂർ രൂപത പ്രസിഡന്റ് മരിയ ഗൊരോത്തി ഉദ്ഘാടനം ചെയ്തു. കൈറോസ് മേഖലാ കോർഡിനേറ്റർ ബിൻസി ഷാജു അധ്യക്ഷത വഹിച്ചു. കൈറോസ് ഓഫീസ് സെക്രട്ടറി ജെസി റെജി ക്ലാസ് നയിച്ചു. ഫെഡറേഷൻ സെക്രട്ടറി നിത ഗിൽബർട്ട്, ജോയിന്റ് സെക്രട്ടറി ജോളി മൈക്കിൾ, ആൻമരിയ, റോയ് ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ യൂണിറ്റുകളിൽ നിന്നായി 40 പേർ പങ്കെടുത്തു. കോട്ടയം അതിരൂപതയുടെ ഇടുക്കി ജില്ലയിലെ സാമൂഹ്യ സേവന വിഭാഗമായ ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിൽ കർഷക ദിനം ആചരിച്ചു. തകർന്നടിയുന്ന കാർഷിക മേഖലയെ പുനർജീവിപ്പിക്കുക, കർഷക കൂട്ടായ്മ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക ദിനം സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കിയും, മരിയാപുരം പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയിയും, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡിക്ലാർക്ക് സെബാസ്റ്റ്യനും, രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഫാദർ ഷെൽട്ടൺ ആപ്പോഴി പറമ്പലും ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന്റെയും ദേവവിളി കമ്മീഷന്റെയും ആഭിമുഖ്യത്തിൽ കൈപ്പുഴ ഫൊറോനയിലെ 10ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾക്കായി ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. കൈപ്പുഴ ഫൊറോന വികാരി ഫാദർ സാബു മാലത്തുരുത്തിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൈപ്പുഴ ഫൊറോന വിശ്വാസ പരിശീലന കമ്മീഷൻ കോർഡിനേറ്റർ ഫാദർ റോയി കാഞ്ഞിരത്തുമൂട്ടിൽ, അതിരൂപത ദേവവിളി കമ്മീഷൻ ചെയർമാൻ ഫാദർ സജി കൊച്ചുപറമ്പിൽ, കുറുമ്പള്ളൂർ പള്ളി വികാരി ഫാദർ തോമസ് കരിമ്പും കാലായിൽ, അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കടുത്തുരുത്തി വലിയ പള്ളിയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും ഭാഗമായി സെമിനാർ നടത്തി. വിശുദ്ധ കുർബാനയെ തുടർന്ന് കൂടാര യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന ആശങ്കകളും അവയെ എങ്ങനെ അതിജീവിക്കണമെന്നതും സംബന്ധിച്ചാണ് സെമിനാർ നടത്തപ്പെട്ടത്. ക്ലാസുകൾക്ക് കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റേഴ്സ് നേതൃത്വം നൽകി. ഇടവകയിൽ നിന്നുള്ള വിമുക്ത ഭടന്മാരെയും വിവിധ തലങ്ങളിൽ മികവ് പുലർത്തിയവരെയും ആദരിക്കുകയും ചെയ്തു. വികാരി ഫാദർ തോമസ് ആനിമോട്ടിൽ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വലിയതുറ ഫൊറോനയിൽ സാമൂഹ്യ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിച്ച് വാക്കത്തോൺ സംഘടിപ്പിച്ചു. ചുവടുവെക്കാം നല്ല നാളേക്കായി, ലഹരി ഒഴിവാക്കൂ, നല്ല ആരോഗ്യം ശീലമാക്കൂ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സാമൂഹ്യ ശുശ്രൂഷ വലിയതുറ ഫൊറോന ശുശ്രൂഷ സമിതി അംഗങ്ങളും പാർലമെന്റ് കുട്ടികളും പങ്കെടുത്തു. ഫൊറോന കോർഡിനേറ്റർ ഫാദർ ബിജോയിയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ച വാക്കത്തോൺ പരിപാടി എക്സൈസ് ഓഫീസർമാരായ ശ്രീ മോഹനൻ, ശ്രീ ദിലീപ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശംഖുമുഖം പോലീസ് സ്റ്റേഷനിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ച് SI ശ്രീമതി ജയശ്രീ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചെറിയതുറ ഇടവകയിലെ കുട്ടികൾ അവതരിപ്പിച്ച മൈം, ഡാൻസ്, വലിയതുറ ഇടവകയിലെ കുട്ടികളുടെ ലഹരി വിരുദ്ധ ഗാനം എന്നിവ പരിപാടിക്ക് മിഴിവേകി. കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.